ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സ്വയം പരിചയപ്പെടുത്തി തന്നെ ഒന്ന് പോണല്ലോ. എൻ്റെ പേര് നിഹാൽ നിസാം. നിഹാൽ കൂടുതലായിട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ചെയ്യുന്ന നമുക്ക് ഓരോന്നോരോ മേഖലയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആങ്കറിംഗ് ആണ് ചെയ്യുന്നത്, സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകണല്ലോ. ഞാൻ ആക്ട് ചെയ്യും, ഈ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവരെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യണല്ലേ നിങ്ങളാണ് ഇവരെ അല്ലേ? അല്ല, ഞാനും ഇവനും കൂടെ. അതല്ലേ, എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ കാണാൻ അത്യാവശ്യം ആളുകളുണ്ട്. എത്ര വ്യൂവേഴ്സ് ഉണ്ട്? ഇപ്പൊ ഒരു മിനിമം ഒരു 1 മില്യൺ വ്യൂസ്. 1 മില്യൺ വ്യൂസ് ഉണ്ടല്ലേ ഇൻസ്റ്റയില് അല്ലേ? എത്ര നാളായി? ഇതിപ്പോ ഒരു വർഷമായി. ഒരു വർഷം കൊണ്ട് 1 മില്യൺ ഉണ്ട്. പോരെ, അത് കിട്ടി. കഞ്ഞി കുടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് അൽഫാമും കഴിക്കാം. അവിടെയാണ് പോകുന്നത്, ഇടയ്ക്ക് അൽഫാമും കഴിക്കാം. ഇപ്പോഴാണ് സത്യസന്ധമായ ഇടയ്ക്ക് അൽഫാമും കഴിക്കാം. ഇടയ്ക്ക് നമ്മൾ ജീവിക്കണമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഉള്ള പേരെന്ന് പറയും. എന്റെ പേര് ആദിത്യ. എന്നും അൽഫാമാണോ? അല്ല, ഇടയ്ക്ക് പൊറോട്ട കഴിക്കാറുണ്ട്. ഇതാണ് വൈബ് എന്ന് പറയണ. ഇടയ്ക്ക് മൈക്കൊന്ന് അടുപ്പിച്ചു. ഇടയ്ക്ക് പൊറോട്ട കഴിക്കുന്ന, അൽഫാം കഴിക്കുന്നു. നമുക്ക് കഞ്ഞിയിലേക്ക് പോകേണ്ട വന്നിട്ടില്ല. ഇല്ല. അപ്പം എങ്ങനെയാ, എന്തൊക്കെയാണ് ആക്ടിവിറ്റി? ഞാൻ ഇതുപോലെ തന്നെ ആക്ട് ചെയ്യും. BSc കാർഡിയോളജി ഓൺ ഡൂയിങ് ആണ്. ഇതൊക്കെ തന്നെ ഡാൻസിങ്, അങ്ങനെ ഡാൻസിങ് എല്ലാം ഉണ്ട് അല്ലേ? അപ്പം എത്ര ഫോളോവേഴ്സ് ആയി ഇപ്പം? എനിക്കിപ്പോ 13.5K ആയിട്ടേ ഉള്ളൂ. മെയിനായിട്ട് അമീനും നിഹാലും ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഇവരുടെ പേജിലാണ് വീഡിയോസ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ അക്കൗണ്ടാണ് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടാണ് കൊളാബ് ചെയ്തങ്ങ് കൊടുക്കുകയാണ്. എന്തോ കൊളാബ് ചെയ്തങ്ങ് പോവാണ്. അല്ല, അങ്ങനെ ടീം വർക്ക് ആയിട്ടാണ് അല്ലേ? ഒന്നുമില്ല, ടീം വർക്ക് ആയിട്ട് പോകുന്നല്ലേ? അപ്പം നമുക്ക് ഇപ്പം എത്ര ഉണ്ടെങ്കിലും പൊറോട്ടയും കഴിക്കുന്നുണ്ട്, ബീഫും കഴിക്കുന്നുണ്ട്, ചിക്കനും കഴിക്കുന്നുണ്ട്, ഇടിയപ്പവും മുട്ടക്കറിയും കഴിക്കുന്നുണ്ട് അല്ലേ? അതിന് സന്തോഷം. നേരത്തെ പറഞ്ഞ മാറ്റി പറയേണ്ട വരും. ഇടയ്ക്ക് അൽഫാമും കഴിക്കണ്ടെന്നാ പറഞ്ഞ. പറയൂ. അപ്പൊ ഒന്ന് അടുപ്പിച്ച് വെച്ച് ചോദിക്കാം. എൻ്റെ പേര് അമീൻ. സ്ക്രിപ്റ്റും ബാക്കി പരിപാടികളെല്ലാം ഞാൻ ഇവനോടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരെല്ലാരും നമ്മളോട് ആക്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവാനും പണ്ടുതൊട്ടേ. അതെ അതെ അതെ. അല്ല, ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നതാണോ ഗുണം, സിംഗിൾ ആയിട്ട് ചെയ്യുന്നതാണോ ഗുണം? ടീം വർക്കായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഒറ്റയ്ക്ക് ഞാൻ നിന്ന് എന്തെങ്കിലും കോമഡി കാണിച്ചാൽ ചിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് അതിനനുസരിച്ചുള്ള കഴിവാണ് സ്റ്റാൻഡപ്പ് കോമഡി കാണിക്കണമെങ്കിൽ. അപ്പം നമുക്ക് ഈ കൂട്ടത്തിൽ കൗണ്ടറൊക്കെ വരുമ്പം കൂട്ടത്തിൽ ഇപ്പോൾ അവ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് നമ്മളെന്തെങ്കിലും മറുപടി പറയുമല്ലോ. അപ്പം അതൊരു കൗണ്ടറാവും. അതെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണ് ചെയ്യുന്നതല്ലേ? എന്തൊരു എളിമയാണ്. പറഞ്ഞോളൂ. എന്തൊരു എളിമയാണ്. ചോദിക്കൂ. ഞാൻ ചോദിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ രാവിലെ കഴിക്കുന്നത് പുട്ടും കടലയും അല്ലല്ല. രാവിലെ ഞാൻ കഴിക്കുന്ന ചപ്പാത്തി ബീഫ് കറി. ഉച്ചയ്ക്ക് കഴിക്കുന്നത് മന്തി. പൊളിച്ച്. വൈകുന്നേരം കഴിക്കുന്നത് വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. അത്ര മതി. ഈ രീതിക്കാണ് പോകുന്നതല്ലേ? ഈ നേരത്തെ എപ്പോഴും ചോദിച്ച പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ പോകണം, ഇങ്ങനെ കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് റീച്ച് ആവണമല്ലോ എന്ന് പറഞ്ഞതല്ലേ? കൗണ്ടറുകൾ വേണമല്ലോ. ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അല്ലെ, ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത്രമാത്രം റീച്ച് ആയത് നിങ്ങളെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗ്രൂപ്പുകൾ ചെയ്യുന്ന ചില ആളുകൾ മാത്രമേ 2 പേര് വെച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ 3 പേര് വെച്ചുള്ളൂ. സിംഗിളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആളുകളെ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവുമോ ആളുകൾ അല്ലേ? അതല്ലേ? ഇതൊന്ന് ചോദിച്ചാൽ ഒന്നിനും മാത്രമേ മറുപടി ഉള്ളൂ. എങ്ങനെയാണ് അല്ലെ? നേരത്തെ ഒരു പുള്ളിയാണ് കൂടുതൽ ആക്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, കൗണ്ടറുകൾ അടിക്കുന്നത്. അല്ലല്ല, എല്ലാരും ഒരുമിച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ലേ? കേട്ടല്ലോ. വീട് ഇവിടെ തന്നെ, കൊല്ലത്ത് തന്നെ അല്ലേ? നിങ്ങൾ കൊല്ലത്ത് തന്നെയാണല്ലേ? എല്ലാം കൊല്ലത്താണ്. കൊല്ലത്ത് തന്നെയാണ്. കൊല്ലം കണ്ട എല്ലാം വേണ്ടല്ലോ. അപ്പൊ ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെ എനിക്കിനി വീട്ടിലും പോകണ്ടല്ലോ. ഇത് കുറച്ച് ട്രോളുകൾ വരും കേട്ടോ. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ എപ്പോഴും എയറിലിരിക്കണം, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അങ്ങനെയല്ലേ? ഓക്കെ അല്ലേ? നല്ലതാ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഒന്ന്. എന്റെ പേര് ജിതിൻ. പറയൂ ജിതിൻ. എന്താണ് പറയണ്ടേ? ജിതിൻ ഇഷ്ടമുള്ളത് പറയണം. എനിക്ക് ഇഷ്ടമുള്ളത് എന്തിനെ പറ്റിയ? ഈ നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ നിങ്ങൾ ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അല്ലാതെ നല്ല രീതിക്ക് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക്. ഇത് അമീനും നിഹാലും ഇവനും കൂടെയാണ് ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ഷഹബാസും ചേച്ചിയൊക്കെ വരുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൂടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സെറ്റാക്കും. എന്നിട്ട് നമ്മളെ വിളിക്കും, നമുക്കുള്ള റോള് പറഞ്ഞു തരും. നമ്മൾ ആ സ്പോട്ടിൽ പോയിട്ട് ഡയലോഗ് എല്ലാം തന്ന് നമ്മൾ അപ്പോഴേ സെറ്റാക്കും.
എന്നിട്ട് ഡബ്ബിങ്, അത് കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വീഡിയോ ഇട്ട്. ഡെയിലി ഒരു വീഡിയോ ഒന്നും നിലയ്ക്കാണോ അതോ? അല്ല നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ. ആഴ്ചയിൽ 2 വീഡിയോ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ എഡിറ്റിങ് ഡബ്ബിങ് എല്ലാം കഴിയുന്ന ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് നമ്മൾ ചെയ്യുന്നു. 2 വീഡിയോ വെച്ച്. ഇതിന്റെ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ അപ്പ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് ഇല്ലേ? ഇതിന് ടൈം ഉണ്ടല്ലോ. നമ്മളങ്ങനെ കൂടുതൽ അങ്ങനെ നോക്കാറില്ല, എന്നാലും ഒരു 5:30 ഒരു ടൈമാണ് നമ്മൾ ഇടാറ്. നമ്മൾ സമയത്തിൽ അങ്ങനെ വിശ്വാസമില്ല. നമ്മുടെ കണ്ടന്റ് സാധാരണ പറഞ്ഞ ഒരു സമയത്തിന് വിശ്വാസത പറയുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സമയം, ഫേസ്ബുക്കിൽ നമ്മൾ പക്ഷെ അങ്ങനെ നോക്കാറില്ല. കാരണം നമ്മുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ വീഡിയോ കയറി പോകുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ സമയത്തിൽ വിശ്വാസമൊന്നുമില്ല. നമ്മൾ ഇന്ന സമയത്ത് ഒരു എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ട് സമയം ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ. അല്ല നമ്മൾ സമയത്തിന് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കണം. ആഴ്ചയിൽ 2 വീഡിയോ എന്ന് പറഞ്ഞാൽ അവധി ദിവസമാണോ ഇടുന്നത്? നമ്മൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒരു വീഡിയോ ഇടാറുണ്ട്, അല്ലെങ്കിൽ ബുധനാഴ്ച ഒക്കെ വീഡിയോ ഇടാറുണ്ട്. ഈ ബുധനാഴ്ച തന്നെ എടുക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒന്നുമില്ല, നമ്മളൊരു കുറച്ച് ഗ്യാപ്പ് വരാൻ വേണ്ടി. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ഒരു 3-4 ദിവസം ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി, അതുകൊണ്ട് ബുധനാഴ്ച നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പറയൂ. എൻ്റെ പേര് നിബ്രാസ്. ഇത്രയും പേര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി എന്തോ പറയാനുള്ളത്. എല്ലാ വീഡിയോയെ പറ്റിയും സോഷ്യൽ മീഡിയയെ പറ്റി എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾ ചെയ്ത വർക്കിൽ ടീം വർക്കായി ചെയ്തതിൽ ഏറ്റവും റീച്ച് കിട്ടിയത് ഏതായിരുന്നു? ഏറ്റവും ഫസ്റ്റ് റീച്ച് കിട്ടുന്നത് ഞങ്ങളുടെ ഒരു ബേക്കറിയുടെ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്താണ് അത്യാവശ്യം ആൾക്കാർ കണ്ട് തുടങ്ങിയത്. അത് അത്യാവശ്യം വൈറലായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇടുന്നതെല്ലാം മിനിമം നമുക്ക് ഒരു 1 മില്യൺ വ്യൂസ് വരുന്നുണ്ട്. അത് തന്നെ വൈറലാണ്. പിന്നെ അത്യാവശ്യം കയറിയത് എനിക്കൊന്ന് ക്രിസ്മസിന്റെ ഇപ്പം കഴിഞ്ഞ വർഷം ഇട്ട് ഇപ്പൊ ഈ വർഷം ഇട്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ ഈ വർഷത്തെ ഗംഭീരമായിട്ടുണ്ട്. കഴിഞ്ഞതിനോട് ഒത്തിരി വ്യത്യാസമുണ്ട്. കണ്ടല്ലേ? ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അത് തന്നെ. അപ്പം ക്രിസ്മസിന്റെ അങ്ങനെ ഇതാക്കും. പിന്നെ നമ്മൾ ഈ ഓരോ കണ്ടന്റ് മിക്ക വീഡിയോകളും ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ ആൾക്കാർ കാണുന്നുണ്ട്. ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾ കിട്ടുന്ന ഫണ്ട് ഷെയർ ചെയ്യണോ? അതെ, നമ്മൾ ഷെയറിംഗ് ആണ്. ആരാ കൂടുതൽ എടുക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല, നമ്മൾ എല്ലാം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് പോത്തേ ഉള്ളു. എങ്ങനെ ഒത്തുമില്ല, നടക്കൂല. അത് പോകുമ്പോ എല്ലാടും വേറെ വണ്ടി ആയിരിക്കും. അതെനിക്ക് ഉത്തരവാദിത്വമില്ല കേട്ടോ. അല്ല, ഈ പറഞ്ഞ പോലെ ഞാനത് നമ്മളൊരു കാര്യങ്ങൾ അറിയാമല്ലോ, പ്രേക്ഷകരും ഇത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രേക്ഷകരുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ മൂവികളിലൂടെ കാണുമ്പോഴും ആ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ എന്തായാലും ഒത്തിരി സന്തോഷം. നിങ്ങൾ ചെയ്ത ഒരു ഐറ്റം ഒന്ന് നമുക്ക് ഇവിടെ അവതരിപ്പിക്കും. നമ്മളങ്ങനെ ലൈവായിട്ടല്ല, നമ്മൾ റെക്കോർഡിംഗ് ആയിട്ട് ലൈവ് അല്ല. അങ്ങനല്ല, ഒരു ഐറ്റം ഇത് ചെയ്യുന്നത് തന്നെ ലൈവായി പോകത്തില്ല. നമ്മളങ്ങനെ ഒരു ഐറ്റം ചെയ്യും. നമ്മള് ക്യാമറ അവിടെ വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് അഭിനയിച്ച് കട്ടടിക്കുക, അടുത്ത ഷോട്ട് വെക്കുക. അപ്പൊ ഒരു സാധനം ഒറ്റ ഷോട്ട്. പിന്നെ ഞങ്ങൾ രണ്ടും പ്ലാൻ ചെയ്ത് ഇവർക്ക് സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അല്ല, അങ്ങനെ ഷൂട്ടാക്കാം, നമുക്ക് അങ്ങനെ ഷൂട്ടാക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് കലോത്സവത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. അല്ല, അത് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നാളെ ആവും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നല്ല സമയം എടുത്ത് ചെയ്യേണ്ട സംഭവങ്ങളല്ലേ. സ്ക്രിപ്റ്റ് റെഡിയാക്കണം, ഡയലോഗ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ നിങ്ങൾ ചെയ്യോ? ഇന്ന് പറ്റില്ല അത്. അല്ല, ഓക്കെ. ഇനി മറ്റു കാര്യം ചെയ്യട്ടെ. കലോത്സവം കൊല്ലപ്പെത്തിയിരിക്കുകയാണ് അല്ലേ? കലോത്സവത്തിൽ വരണം. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റത്തിനാണ് പങ്കെടുത്തണം? ഞാൻ മിമിക്രിക്കും അറബനമുട്ടിനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പ്രൈസൊക്കെ കിട്ടില്ലേ? ജില്ലയിലൊക്കെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ മിമിക്രി ഒരു ഐറ്റം ഇതെല്ലാം മറ്റേത് സ്ക്രിപ്റ്റ്, ഇപ്പൊ തൊണ്ട. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞാൽ വയ്യ, നടക്കാൻ പോലും വയ്യാന്ന് പറയും. ഇല്ല, ചെറിയ ബുദ്ധിമുട്ട്. അല്ല, കുഴപ്പമില്ല, ഒരേ ഐറ്റം ചെയ്യാം. അല്ല, ഒരേ ഐറ്റം ചെയ്യാം. പണ്ട് പങ്കെടുത്തുള്ള ഇത് പറയാൻ വേണ്ടി. അല്ല, ഇതിപ്പോ ഇങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യില്ല, അതല്ല കുഴപ്പം. ഒരേ ഐറ്റം ചെയ്യാം. അല്ല, അവൻ ഡാൻസ് ചെയ്യും, ഒരു പാട്ട് ഇട്ട് കൊടുത്ത് അവൻ ഡാൻസ് ചെയ്യും. സത്യമായിട്ട് മൊത്തം ഇവിടെ ആട്ടോ അവർ തരുന്നത്. അല്ല, ഒരൈറ്റം ചെയ്യണം പ്ലീസ്. കാണിക്കുക. അല്ല, ഒരൈറ്റം ചെയ്യാം. ഇത് ഇത്രയും പേര് നിൽക്കും, നിങ്ങൾ കാണുന്ന ആളുകൾ എല്ലാവരും ഒരൈറ്റം ചെയ്യണം. ഒരൈറ്റം ചെയ്യാം. അല്ല, അത് ഒന്ന് നിർബന്ധിച്ചത് നിങ്ങൾ. അല്ല, എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യണല്ലോ പ്ലീസ്. കോലുകളി. ഞാൻ കോലെടുക്കും. 12 പേര് കളിക്കുന്ന ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നത്. കോല് കളിക്കാൻ ഇപ്പൊ ഇവിടെ കൂട്ടി ഞാൻ. അല്ല, മനോഹരമായി പാട്ട് പാടുന്ന ആരാണല്ലോ, ഒരു പാട്ടെങ്കിലും. ഇതെല്ലാവരും ഇങ്ങനെ ഞാൻ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക. അഭിനയിക്കല് മാത്രമേ ഉള്ളൂ, അല്ല വേറെ പാട്ടൊക്കെ പാടും. ഒരു നല്ലൊരു മിമിക്രി കലാകാരൻ ചെയ്യില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമുക്ക് മനസ്സ് നമുക്കൊരു സന്തോഷം വരും അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം വരും. മിമിക്രിയുടെ ആയിട്ടാ ആരും കൂടില്ല, ഇത് ലൈവ് പോകുന്നല്ലേ ഉള്ളൂ. ആരും കൂടില്ല. പ്രേക്ഷകർ അവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പോവുള്ളൂ, പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈ അടിക്കുള്ളൂ, അല്ലെങ്കിൽ കമന്റ് വരുള്ളൂ.
ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഇങ്ങനെ ഊക്ക് വാങ്ങിച്ച് തരല്ലേ ഏ? ഇങ്ങനെ ഊക്ക് വാങ്ങിച്ച് തരല്ലേ ഞങ്ങൾക്ക് അല്ല, ഒരു ചൂടുവെള്ളം എടുക്കാത്തുണ്ടല്ലോ. അല്ല, ഈ കലോത്സവത്തിൽ നമുക്ക് കൊല്ലത്തെത്തിയിരിക്കണം. കൊല്ലത്തെ ആശ്രമ മൈതാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കഥകളുണ്ടല്ലേ. ഇന്ദിരാഗാന്ധി വന്ന് ആ കഥകൾ രാജീവ് ഗാന്ധി വന്നത്. ഇപ്പം ഇപ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കൊല്ലത്തുനിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു പോർല് പോലും ഇല്ലാതെ ഈ സ്റ്റേജിന്റെ ബാക്കി കൊണ്ടെത്തുന്ന അത് നമ്മൾ ഓർക്കാതെ പോകുന്നത് ശരിയല്ലോ. ആ മൈതാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ. ഈ മൈതാനത്തിലേക്ക് ഇടയ്ക്ക് വരാറില്ലേ? ഇവിടെ വെച്ചാണ് നിങ്ങൾ വീഡിയോ ചെയ്യാറുണ്ടോ? എല്ലാം ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ചെയ്യാറുണ്ടോ? ഈ മൈതാനത്തിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന എന്തായിരിക്കും? നിങ്ങൾ എല്ലാ ഡെയിലി വരുന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഇത് പറയരുത്, രഹസ്യമാണ്. അല്ല, ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് പിന്നെ അവിടെ കള്ള് സോഡ കിട്ടും, അതൊക്കെ ഒന്ന് കുടിക്കും. കള്ള് സോഡ ഫേമസ് ആണ്. അതെ, അതൊക്കെ തന്നെയാണ്. എന്തായാലും കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഇവിടെ കാര്യമൊക്കെ പറഞ്ഞ ആരെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞു ഒരു ദിവസം എത്ര പേരെ കുറ്റം പറയും? മാക്സിമം പറ്റാൻ പറ്റുന്ന മാക്സിമം പറയാൻ പറ്റുന്ന അത്രയും മാക്സിമം പറയാൻ പറ്റുന്ന ഒരു കുറ്റം. ചിലപ്പോ നാളെ ചേട്ടനെ പറ്റിയായിരിക്കും. എന്നെ പറ്റി പറയാനുണ്ടോ? നാളെ പറയാമല്ലോ. നാളെ ഇന്നത്തെ കണ്ടിട്ട് ഇന്ന് നടന്ന സംഭവിച്ച കുറ്റം പറയല്ലോ. നാളെ ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ വന്ന് എന്നെ മൈക്കേക്കിട്ട് തന്നെ കുറ്റം പറയണം. വേറെ ആയിട്ട് കുറ്റം പറയല്ലോ. എങ്ങനെ എന്താ പറഞ്ഞു? എനിക്കൊന്നും പറയാനില്ല. ഒന്നുമില്ല. അതാ ഒന്നുമില്ല, പറയൂ. നമ്മുടെ കൊല്ലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഫുഡുണ്ട്. മട്ടൻ ഐറ്റം കിട്ടുന്ന ഫുഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സലീം അങ്ങനെ കുറേ കടകളുണ്ട് എനിക്ക് പേരറിയുന്ന. ഫുഡ് ഐറ്റത്തെ കുറിച്ച് നമ്മുടെ കൊല്ലത്തെ ഫുഡ് ഐറ്റത്തെ കുറിച്ചൊന്ന് പറയാം. ഫുഡുകൾ സലീം ഹോട്ടലുണ്ട്, എഴുത്താണിയുണ്ട്, അതൊക്കെ ഉണ്ട്. ഇവിടെ മട്ടൻ ഐറ്റം ആണോ ഏറ്റവും നല്ലത്? എനിക്ക് മട്ടൻ ഇവിടെ വലിയൊരു ഫേമസ് ആണെന്ന് പറയുന്നു. എല്ലാ അത്യാവശ്യം കൊള്ളാം. മട്ടനാന്ന് എടുത്തു പറയുന്നില്ല അല്ലേ, എല്ലാം കഴിക്കാൻ കൊള്ളാം. ഏത് കടയിലാണ് സാധാരണ ഫുഡ് കഴിക്കുന്നത്? ഞാൻ റമീസിന്ന് കഴിക്കും, കൗവന്ന് കഴിക്കും. ഇവിടെ ചോദിക്കണ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറ്. അത് പൊളിച്ചു ഞങ്ങളെല്ലാരും ഒരുമിച്ച് കഴിക്കാറ്. അതാണ് അവിടെ ചോദിച്ചല്ലേ അല്ലേ? അതല്ലേ ഇന്നു അല്ല, ഞാൻ പറഞ്ഞ ഈ ഫുഡ് ഒത്തിരി ആയിട്ടാണ് ഈ ആശ്രമ മൈതാനത്തിൽ ഇപ്പോൾ ഈ കലോത്സവം നടക്കണം. 14 ജില്ലയിൽ നിന്നും അല്ലേ 14,000 കുട്ടികൾ, അവരുടെ പേരൻസ്, ഉദ്യോഗസ്ഥർ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് കൊല്ലം ജില്ലയിലേക്ക്. അത് നമ്മളെ സംബന്ധിച്ച ഒരു അഭിമാനമാണ് കൊല്ലത്തിനല്ലേ. ഇത് എത്ര വിജയിക്കുമോ അത്രയും അഭിമാനമാണ് നമുക്കല്ലേ. എന്ത് തോന്നുന്നു കലോത്സവം ഇവിടെ എത്തിയപ്പോൾ? അത് കഴിഞ്ഞോട്ടം കൊല്ലത്ത് കലോത്സവം നടന്ന 15 കൊല്ലം മുന്നെയാണ്. അതെ അതെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാവരും അധികം പ്രായമില്ലായിരുന്നു. ഞാനന്ന് ഇവിടെ കലോത്സവം റിപ്പോർട്ടിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കലോത്സവത്തിന് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ.